Hi all, welcome to Know Your Chemistry. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജനറൽ റിയാക്ഷൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് സം ഇമ്പോർട്ടൻറ്റ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ റിയാക്ഷൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. സോ അതിനെ നമ്മൾ ബേസിക്കലി 3 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദറ്റ് ഈസ് ഫസ്റ്റ് ഡ്യൂ ടു കാർബോക്സിൽ ഗ്രൂപ്പ്, സെക്കൻഡ് ഡ്യൂ ടു അമിനോ ഗ്രൂപ്പ്, തേർഡ് ഡ്യൂ ടു സൈഡ് ചെയിൻസ്. ഓക്കെ, സോ 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ആദ്യം ഈ പേരെല്ലാം ഒന്ന് പറയാം. ഫസ്റ്റ് ഡ്യൂ ടു കാർബോക്സിൽ ഗ്രൂപ്പ്, അതിൽ മെയിനായിട്ട് വരുന്നത് ഡീകാർബോക്സിലേഷൻ ആൻഡ് അമൈഡ് ഫോർമേഷൻ. ഓക്കെ, സെക്കൻഡ് ഈസ് ഡ്യൂ ടു അമിനോ ഗ്രൂപ്പ്, അതിൽ വരുന്നത് ട്രാൻസ് അമിനേഷൻ, ദെൻ ഫോർമേഷൻ ഓഫ് കാർബാമിനോ കോമ്പൗണ്ട്, ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ. ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഈസ് ഡ്യൂ ടു സൈഡ് ചെയിൻസ്, transmethylation, ester formation, reaction of amide group and reaction of SH group or sulfhydryl group. So first due to COOH group or carboxyl group. Okay, so main item carboxyl ഗ്രൂപ്പുമായി റിലേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് ഏതായിരിക്കും? ഡീകാർബോക്സിലേഷൻ ആണ്. സോ ആ നെയിമിൽ തന്നെയുണ്ട് ഡീകാർബോക്സിലേഷൻ, ദാറ്റ് ഈസ് എ റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ ഇത് നമ്മൾ അമിനോ ആസിഡ്സിൻ്റെ റിയാക്ഷൻസ് ആണ് പറയുന്നത് ഡ്യൂ ടു COOH ഗ്രൂപ്പ്. സോ അമിനോ ആസിഡ് അണ്ടർഗോ ഡികാർബോക്സിലേഷൻ, ദാറ്റ് ഈസ് എ ആൽഫ ഡികാർബോക്സിലേഷൻ, ദാറ്റ് ഈസ് ആൽഫ കാർബണിലാണ് ഡികാർബോക്സിലേഷൻ നടക്കുന്നത്. സോ ഫോമിങ് കറസ്പോണ്ടിങ് അമീൻ. ഓക്കെ, സോ ഇവിടെ യു ക്യാൻ സീ ദ ഡയഗ്രാം ഓവർ ഹിയർ. സോ അമിനോ ആസിഡ്, സോ ആൽഫ കാർബൺ യു ക്യാൻ സീ undergo decarboxylation, that is a COOH group that is eliminated or that undergo decarboxylation to form by eliminating CO2 and forming the corresponding amine. Okay, so example next slide. Here the histidine undergo decarboxylation to form histamine plus CO2, tyrosine to form tyramine, tryptophan to form tryptamine, lysine to form cadaverine. Okay, അതൊരു വെറൈറ്റിയാണ്. സോ അത് നോക്കുക, ലൈസിൻ ടു കെഡാവറിൻ ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഫോം ഗാമ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ് ഓർ ഗാബ. ഓക്കെ, ഈ ഗാബ അല്ലെങ്കിൽ ഗാമ അമിനോ ബ്യൂട്ടൈറിക് ആസിഡ് ആക്ട് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, അതുപോലെ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ലൈസിൻ അണ്ടർഗോ ഡികാർബോക്സിലേഷൻ ടു ഫോം കെഡാവറിൻ. സെക്കൻഡ് ഈസ് ദ അമൈഡ് ഫോർമേഷൻ. ഓക്കെ, സോ അമൈഡ് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് ഫെമിലിയർ ആണ്, CONH2 ആണ് നമ്മൾ അമൈഡ്. സോ ഈ കാർബോക്സിൽ ഗ്രൂപ്പ് അതിൻ്റെ റിയാക്ഷൻ വഴി അമൈഡ് ഫോം ചെയ്യും. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ മെയിനായിട്ടും ഈ അമൈഡ് ഫോർമേഷൻ ഇൻവോൾവ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് പറഞ്ഞാൽ ഡൈകാർബോക്സിലിക് അമിനോ ആസിഡ്സ് ആണ്. അതായത് മെയിനായിട്ടും 2 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുള്ള അല്ലെങ്കിൽ 2 COOH ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സ് ആണ്. ദേ വിൽ അണ്ടർഗോ ദിസ് അമൈഡ് ഫോർമേഷൻ. ഓക്കെ, സോ ഈ ഡൈകാർബോക്സിലിക് അമിനോ ആസിഡ്സിൻ്റെ COOH ഗ്രൂപ്പ് വിൽ കമ്പൈൻസ് വിത്ത് അമോണിയ ടു ഫോം ദ കറസ്പോണ്ടിങ് അമൈഡ്. ഓക്കെ, CONH2. സോ നമുക്കറിയാം ഡൈകാർബോക്സിലിക് അമിനോ ആസിഡ്സ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഓൾറെഡി പറഞ്ഞതാണ്, അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. സോ ദേ കമ്പൈൻസ് വിത്ത് അമോണിയ ടു ഫോം കറസ്പോണ്ടിങ് അമൈഡ്, ദാറ്റ് ഈസ് എ CONH2 ഗ്രൂപ്പ്. Aspartic acid undergo amide formation to form asparagine and glutamic acid undergo amide formation to form glutamine. Okay, so ഇവിടെ glutamic acid diagram ഞാൻ കൊടുത്തിട്ടുണ്ട്. So you can see the structure of glutamic acid. So it combining with the ammonia. So the enzyme is glutamine synthetase, because glutamine എന്ന amide ആണ് ഫോം ചെയ്യുന്നത്. So glutamine synthetase. So one ATP is utilizing over here, that is ATP is converting into ADP plus PI to form the glutamine. So you can see the functional group over here, CONH2. Clear ആണല്ലോ? അതുപോലെ aspartic acid combines with ammonia to form asparagine. The enzyme will be asparagine synthetase. Same reaction. Okay. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, അതായത് ഫസ്റ്റ് റിയാക്ഷൻ ഗ്രൂപ്പ് ഓഫ് റിയാക്ഷൻസ് കഴിഞ്ഞു ഡ്യൂ ടു COOH ഗ്രൂപ്പ്, മെയിനായിട്ട് ഡികാർബോക്സിലേഷൻ ആൻഡ് അമൈഡ് ഫോർമേഷൻ. ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് കാറ്റഗറി, ദാറ്റ് ഇസ് ഡ്യൂ ടു NH2 ഗ്രൂപ്പ്, ജനറൽ റിയാക്ഷൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഡ്യൂ ടു NH2 ഗ്രൂപ്പ് ഓർ അമിനോ ഗ്രൂപ്പ്. സോ അതിൽ മെയിനായിട്ട് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ് അമിനേഷൻ. ഓക്കെ, സോ ട്രാൻസ് അമിനേഷൻ ആ പേര് തന്നെയുണ്ട്, ട്രാൻസ് അമിനേഷൻ. സോ ട്രാൻസ്ഫർ ഓഫ് അമിനോ ഗ്രൂപ്പ്. ഓക്കെ, here the transfer of alpha amino group of amino acid to keto acid. Okay, amino group of amino acid എന്ത് ചെയ്യുന്നു? keto ആസിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു to form a new amino acid and a keto acid. Okay, സോ ഇതാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. അതായത് ഒരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പ് വേറൊരു
കീറ്റോ ആസിഡിലേക്ക് ഈ അമിനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ശരിക്കും വേറൊരു പുതിയൊരു അമിനോ ആസിഡ് ഫോം ചെയ്യുകയാണ്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദ സ്ട്രക്ചർ. സോ ഗ്ലൂട്ടാമേറ്റ്, ഓക്കെ, ഗ്ലൂട്ടാമേറ്റ് ആൻഡ് പൈറുവേറ്റ് ടു ഫോം ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ആൻഡ് അലാനിൻ. ഓക്കെ, ആക്ച്വലി ഇവിടെ ശരിക്കും ഇവിടെ ഗ്ലൂട്ടാമേറ്റിൽ NH3 ഉണ്ട്. സോ ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ നമുക്ക് ഇതൊരു ഫസ്റ്റ് അമിനോ ആസിഡാണ്. സോ ഇതൊരു കീറ്റോ ആസിഡാണ്. സോ ഫോം ചെയ്യുന്നത് അഗെയിൻ ഒരു കീറ്റോ ആസിഡും ഒരു ന്യൂ അമിനോ ആസിഡുമാണ്. സോ ആക്ച്വലി ഈ അമിനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഗ്ലൂട്ടാമേറ്റ് ആൻഡ് അലാനിൻ ആണ്. ഓക്കെ, സോ അലാനിൻ ടു ഗ്ലൂട്ടാമേറ്റ് കൺവേർഷൻ ഓർ ഗ്ലൂട്ടാമേറ്റ് ടു അലാനിൻ കൺവേർഷൻ ആണ്. ഓക്കെ, സോ ഇതാണ് ട്രാൻസാമിനേഷൻ റിയാക്ഷൻ. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റിയാക്ഷനാണ് നമ്മുടെ ഈ ഒരു റിയാക്ഷൻ. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് അമിനോ ട്രാൻസ്ഫറേസസ്. ഓക്കെ, ബിക്കോസ് അമിനോ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈം ദാറ്റ് ഈസ് അമിനോ ട്രാൻസ്ഫറേസസ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. സോ ദ എൻസൈം കാറ്റലൈസിങ് ദീസ് റിയാക്ഷൻസ് ദാറ്റ് ഈസ് എ ട്രാൻസാമിനേഷൻ റിയാക്ഷൻ. Enzymes are aminotransferases. Okay, so mainly two types of aminotransferases ഉണ്ട്, ALT and AST. Okay, ALT is alanine aminotransferase, that is alanine to pyruvate conversion. അതുപോലെ AST aspartate aminotransferase. ഇതാണ് മെയിനായിട്ടും ഉള്ള രണ്ട് aminotransferases. ഇതിന് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ് ALT and ASTൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്? So ALT and AST both elevated in liver diseases. Okay, so hepatocellular carcinoma അല്ലെങ്കിൽ liver cirrhosis ഇതുപോലുള്ള ക്ലിനിക്കൽ കണ്ടീഷൻസിൽ അതിൽ മെയിനായിട്ട് നമ്മൾ മാർക്കർ എൻസൈംസ് ആണ്. അതായത് ഈ എൻസൈംസ് നമുക്ക് ഡയഗ്നോസ് ചെയ്താൽ അതിൻ്റെ വാല്യൂസിൻ്റെ എന്താ പറയുക റേറ്റ് വേരിയേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസീസസിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ AST മാത്രം. ഓക്കെ, AST അലോൺ ഇൻക്രീസ് ചെയ്യുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. മെയിൻലി മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കണ്ടീഷനിലാണ് നമ്മുടെ AST എലവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ട്രാൻസാമിനേഷൻ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞു വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് റിയാക്ഷൻസ് ആണെന്ന് പറഞ്ഞു. സോ എന്താണ് അതിൻ്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് നോക്കാം. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കാറ്റബോളിസം. ഓക്കെ, ബിക്കോസ് അവിടെ അമോണിയ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ സ്കെലിട്ടൺ എന്ത് ചെയ്യുന്നു, കെറ്റബോളിക് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കെറ്റബോളിക് റിയാക്ഷനാണ് നമ്മുടെ ട്രാൻസാമിനേഷൻ. ബിക്കോസ് അമിനോ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, അമോണിയ റിമൂവ് ചെയ്യുന്നു, അതുപോലെ കാർബൺ സ്കെലിട്ടൺസ് അവിടെ കെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ പാത്വേസ് ആണ് നമ്മുടെ ട്രാൻസാമിനേഷൻ. അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു പൈറുവേറ്റ് ടു അലാനിൻ. ഓക്കെ, സോ അലാനിൻ ഫോം ചെയ്യുന്നുണ്ട്. സോ അലാനിൻ ഒരു ന്യൂ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ അതുപോലെ അസ്പാർട്ടേറ്റ് അങ്ങനെയുള്ള എന്താ പറയുക ALTൻ്റെ പ്രസൻസിൽ ഒരു ന്യൂ അമിനോ ആസിഡ് ഫോം ചെയ്യുന്നു, ASTൻ്റെ പ്രസൻസിൽ ന്യൂ അമിനോ ആസിഡ് ഫോം ചെയ്യുന്നു. സോ ഇതൊക്കെ ഇങ്ങനെയുള്ള സിന്തസിസ് ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ എന്താ പറയുക ഇതിൻ്റെ വളരെ അധികം ഇമ്പോർട്ടൻസ് ആണ് ഈ റിയാക്ഷൻ്റെ ട്രാൻസാമിനേഷൻ്റെ. സെയിം ഇൻ്റർ കൺവേർഷൻ ഓഫ് അമിനോ ആസിഡ്. ഓക്കെ, സോ നമ്മൾ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടു ഒരു അമിനോ ആസിഡിന് വേറൊരു അമിനോ ആസിഡ് ഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇൻ്റർ കൺവേർഷൻ. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഓൾ ദി നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇങ്ങനെ സിന്തസിസ് നടത്തുന്നത് ട്രാൻസാമിനേഷൻ വഴിയാണ്. ഇനി ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എക്സെപ്ഷൻസ് ആണ് ഒന്ന് ലൈസിൻ, ത്രയോണിൻ ആൻഡ് പ്രോലിൻ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ് വയ്ക്കാം PLT. ഓക്കെ, പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് നിങ്ങൾക്കത് പഠിക്കാം. എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രോലിൻ, ലൈസിൻ ആൻഡ് ത്രയോണിൻ. ഓക്കെ, പ്രോലിൻ ലൈസിൻ ആണ്, ലൈസിൻ ആൻഡ് ത്രയോണിൻ. ഓക്കെ, ഇതാണ് ട്രാൻസാമിനേഷൻ റിയാക്ഷൻസ്. നെക്സ്റ്റ് റിയാക്ഷൻ ഈസ് ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ. ഓക്കെ, സോ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ ആ പേരിൽ തന്നെയുണ്ട്, ഡിയാമിനേഷൻ. സോ അമിനോ ഗ്രൂപ്പ് ഈസ് റിമൂവിങ്. സോ കോമൺലി നമ്മളെപ്പോഴും അമിനോ ഗ്രൂപ്പ് ഈസ് റിമൂവിങ് ഇൻ ദ ഫോം ഓഫ് അമോണിയ. ഓക്കെ, so here the alpha amino group is removed from the amino acid to form ammonia and a keto acid. Okay, so oxidative deamination നടക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന മെയിനായിട്ടുള്ള അമിനോ ആസിഡ് ഈസ് glutamic acid or the glutamate. Okay, so glutamate is oxidatively deaminated in presence of the glutamate dehydrogenase enzyme. സോ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, അതായത് ബോത്ത് സൈഡ്സ് നടക്കും. സോ ഗ്ലൂട്ടാമേറ്റ് ഡിഹൈഡ്രോജനേസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ഗ്ലൂട്ടാമിക് ആസിഡ് അണ്ടർഗോ ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ ടു ഫോം അമോണിയ
ആൻഡ് ആൽഫ കീറ്റോഗ്ലുട്ടാറേറ്റ്. നമ്മൾ പറഞ്ഞു ഒരു കീറ്റോ ആസിഡ് ഫോം ചെയ്യും, ദാറ്റ് ഈസ് ദ ആൽഫ കീറ്റോഗ്ലുട്ടാറേറ്റ്. ഓക്കെ, സോ മോസ്റ്റ് കോമൺ ആയി ഓക്സിഡേറ്റീവ് ഡിയാമിനേഷൻ നടക്കുന്ന അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ ഗ്ലൂട്ടാമേറ്റ് ഡിഹൈഡ്രോജനേസ് എൻസൈം. ഈ ഒരു റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആണ്. ഇത് മെയിനായിട്ട് ഒക്കേഴ്സ് ഇൻ ലിവർ. ഓക്കെ, സോ ഇതിൻ്റെ ഒരു റിയാക്ഷൻ്റെ ഓർഡർ പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസമിനേഷൻ നടക്കും, ദെൻ ഡിയാമിനേഷൻ നടക്കും. ഓക്കെ, ഡിയാമിനേഷൻ റേറ്റ് പറഞ്ഞാൽ 50 to 70 mg/day ആണ്. ഓക്കെ, സോ ദ റിയാക്ഷൻ ഈസ് ഹിയർ glutamate plus NAD plus to form alpha ketoglutarate plus NH3 plus NADH plus H plus. The enzyme is glutamate dehydrogenase. Okay. Next reaction is formation of carbamino compound. ഓക്കെ, സോ ഇത് നമുക്ക് ഫെമിലിയർ ആയ റിയാക്ഷൻ ആണ്, ബിക്കോസ് നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ആണിത്. കാർബാമിനോ കോമ്പൗണ്ടിൻ്റെ ഫോമിൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസം നടക്കുന്നു, അതായത് ടിഷ്യൂസ് ടു ലങ്സ് ട്രാൻസ്പോർട്ട്, അതാണ് ഫോർമേഷൻ ഓഫ് കാർബാമിനോ കോമ്പൗണ്ട്. ഓക്കെ, സോ അവിടെ ക്ലിയർ ആണ് കാർബാമിനോ കോമ്പൗണ്ട്. സോ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ആഡിങ് ടു ആൽഫ അമിനോ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്. ഓക്കെ, പിന്നെ ഈ കാർബാമിനോ കോമ്പൗണ്ടിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, നോട്ട് കാർബൺ മോണോക്സൈഡ്, നോട്ട് ദ പോയിൻറ്റ്. പിന്നെ ഓൾസോ ദിസ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ദ കാർബാമിനോ കോമ്പൗണ്ട് ഫോർമേഷൻ ഒക്കേഴ്സ് അറ്റ് ആൽക്കലൈൻ pH. ഓക്കെ, സോ മോർ ദാൻ 7 ആയിരിക്കും അതിൻ്റെ pH. ക്ലിയർ ആണ്. സോ ഞാൻ പറഞ്ഞു നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസം, ദാറ്റ് ഈസ് ഫ്രം ടിഷ്യൂസ് ടു ലങ്സ്, ആ ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിൽ കാർബാമിനോ കോമ്പൗണ്ട് ഫോർമേഷൻ ആണ്. സോ ഹിയർ യു ക്യാൻ സി നമ്മുടെ ഹീമോഗ്ലോബിൻ കമ്പൈൻസ് വിത്ത് hemoglobin amino group plus CO2 to form HbNHCOOH, that is a carbamino hemoglobin. Okay, so ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ക്ലിയർ ആണല്ലോ. സോ അവിടെ അമിനോ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അമിനോ ആസിഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമായിട്ടാണ് നമ്മളിവിടെ റിയാക്ഷൻസിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഡ്യൂ ടു സൈഡ് ചെയിൻ. സോ നമ്മൾ കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെ റിയാക്ഷൻസ് പറഞ്ഞു, അമിനോ ഗ്രൂപ്പിൻ്റെ പറഞ്ഞു. ലാസ്റ്റ് ഗ്രൂപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് റിയാക്ഷൻസ് ഡ്യൂ ടു സൈഡ് ചെയിൻ. ഓക്കെ, സോ അമിനോ ആസിഡ്സിൻ്റെ സൈഡ് ചെയിനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചില ഗ്രൂപ്പ്സ് ഉണ്ട്, ആ ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഈസ് ട്രാൻസ്മെത്തിലേഷൻ. ഓക്കെ, എന്താണ് ട്രാൻസ്മെത്തിലേഷൻ? ആ പേര് തന്നെയുണ്ട്, ട്രാൻസ്ഫർ ഓഫ് മീഥൈൽ ഗ്രൂപ്പ്. ഓക്കെ, സോ മീഥൈൽ ഗ്രൂപ്പിൻ്റെ റിയാക്ഷനാണ്, അതായത് അമിനോ ആസിഡ്സിൻ്റെ സൈഡ് ചെയിനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡ്സ്. അത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു മെയിനായിട്ട് ഏതാണ്? മെത്യോണിൻ ആണ്. ഓക്കെ, സോ ട്രാൻസ്മെത്തിലേഷൻ ഇൻവോൾവ് ചെയ്യുന്ന മെയിൻ അമിനോ ആസിഡ് ഏതാണ്? മെത്യോണിൻ ആണ്. ഓക്കെ, സോ മെത്യോണിൻ്റെ മീഥൈൽ ഗ്രൂപ്പ് അണ്ടർഗോ ആക്ടിവേഷൻ. സോ ഞാനിവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദ ഡയഗ്രാം ഓവർ ഹിയർ. സോ മെത്യോണിൻ, ഓക്കെ, സോ മെത്യോണിൻ അണ്ടർഗോ ആക്ടിവേഷൻ ടു ഫോം S-adenosyl methionine. ഓക്കെ, സോ S-adenosyl methionine എന്ന് പറയുമ്പോൾ യു ക്യാൻ സീ ദ മെത്യോണിൻ സ്ട്രക്ചർ SCH3, അതിലേക്ക് ഒരു അഡിനോസൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് എ S-adenosyl methionine, ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ഫോം ഓഫ് മെത്യോണിൻ. ഓക്കെ, സോ ദെൻ വാട്ട് ഹാപ്പൻസ്, ദിസ് S-adenosyl methionine എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് ഫോം ഓഫ് മെത്യോണിൻ ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഇറ്റ് ക്യാൻ ഡൊണേറ്റ് ഇറ്റ്സ് മീഥൈൽ ഗ്രൂപ്പ്. സോ മീഥൈൽ ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യാൻ അത് റെഡിയായി, ആക്ടിവേറ്റഡ് ആയി. ദെൻ വാട്ട് കംസ്? ആൻ അക്സെപ്റ്റർ വിൽ കം. Okay, so this acceptor will come and what happens? S-adenosyl methionine അല്ലെങ്കിൽ SAM എന്ന molecule, it will donate its methyl group to this acceptor. Then what happens? Acceptor will accept this methyl group and it will convert it into methyl acceptor. Okay, so what happens to SAM or S-adenosyl methionine? It will lose its methyl group. So ഇത് ഏത് ഫോമിലാവും? S-adenosyl homocysteine ആവും, because methyl group ഇതിന് ലൂസ് ആയി. ഓക്കെ, that is the mechanism, that is transmethylation reaction. ക്ലിയർ ആണല്ലോ. സോ മെത്യോണിൻ്റെ മീഥൈൽ ഗ്രൂപ്പാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി ആക്ടിവേറ്റഡ്. സോ ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ട് S-adenosyl methionine എന്ന കോമ്പൗണ്ട് ആവും, ദാറ്റ് ഈസ് റെഡി ഫോർ ദ മീഥൈൽ ഗ്രൂപ്പ് donation. So S-adenosyl methionine is ready for the methyl group donation. Then what happens? The acceptor will come and it accept the methyl group from the S-adenosyl methionine and the acceptor will convert into methyl acceptor. And what happens to S-adenosyl methionine or SAM? It will convert it into S-adenosyl homocysteine. So that is a transmethylation reaction for methionine. Next is the ester formation by OH group.
സോ നമുക്കറിയാം OH ഗ്രൂപ്പ് പറഞ്ഞാൽ ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. സോ മെയിനായിട്ട് ഏതൊക്കെ അമിനോ ആസിഡ്സ് ആയിരിക്കും? ഹൈഡ്രോക്സി അമിനോ ആസിഡ്സ്, സെറിൻ ആൻഡ് ട്രയോണിൻ റെസിഡ്യൂസ്, അല്ലെങ്കിൽ സെറിൻ ട്രയോണിൻ അമിനോ ആസിഡ്സ് ആണ് മെയിൻലി ഈ എസ്റ്റർ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് എസ്റ്റർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അഫ്കോഴ്സ് നമുക്കൊരു ആസിഡ് വേണം, ഒരു സ്ട്രോങ് ആസിഡ് വേണം. സോ ഈ ഹൈഡ്രോക്സി അമിനോ ആസിഡ്സിനെ എസ്റ്റേഴ്സ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രോങ് ഒരു acid ഉണ്ട്, that is a H3PO4, that is a phosphoric acid. Okay, so hydroxy amino acids will combines with the phosphoric acid, that is a H3PO4, to form corresponding esters. ഓക്കെ, സോ ഇങ്ങനെ ഫോസ്ഫോറിക് ആസിഡുമായിട്ട് ഈ അമിനോ ആസിഡ്സ്, ദാറ്റ് ഈസ് ഹൈഡ്രോക്സി അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ട് മെയിനായിട്ടും ഫോം ചെയ്യുന്നത് എസ്റ്റേഴ്സ് പ്ലസ് ഫോസ്ഫോ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ ഫോസ്ഫോ പ്രോട്ടീൻസിനെ കുറിച്ച് ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ ഓഫ് അമൈഡ് ഗ്രൂപ്പ്. ഓക്കെ, സോ അമൈഡ് ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പരാജിൻ. ഓക്കെ, സോ ഈ അമൈഡ് ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സിൻ്റെ റിയാക്ഷൻസ്. സോ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പരാജിൻ അതിൻ്റെ അമിനോ ഗ്രൂപ്പ് they will combines with the carbohydrate residues അല്ലെങ്കിൽ ഗ്ലൂക്കോസ് റെസിഡ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസുമായിട്ട് നമ്മുടെ ഈ ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പരാജിൻ്റെ അമൈഡ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എ CONH2 ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്? അവിടെ ഒരു ലിങ്കേജ് ഫോം ചെയ്യുന്നു. ഓക്കെ, ലിങ്കേജ് ഫോം ചെയ്യുന്നു, ആ ഒരു പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. സോ അവിടെ പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ്. ഓക്കെ, അതായത് കാർബോഹൈഡ്രേറ്റുമായി റിലേറ്റ് ചെയ്ത ഗ്ലൈക്കോ പ്ലസ് അമിനോ ഗ്രൂപ്പിൻ്റെ പ്രോട്ടീൻസ്. സോ ഗ്ലൈക്കോ പ്രോട്ടീൻസ്. സോ അമൈഡ് ഗ്രൂപ്പ് ഓഫ് ഗ്ലൂട്ടാമിൻ ആൻഡ് അസ്പരാജിൻ കമ്പൈൻസ് വിത്ത് കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂ ടു ഫോം ഗ്ലൈക്കോ പ്രോട്ടീൻസ്. സോ അവിടെ ഒരു ലിങ്കേജ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് നടക്കുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ദ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ്. എന്താണ്? എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഓർ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പുതുതായി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്താണ്? ഗ്ലൈക്കോ പ്രോട്ടീൻസ്. So that is a reaction of amide group. Okay, glycoprotein formation through the reaction of amide group. The linkage is forming is N-glycosidic bonds. Clear? So the next reaction is reaction of SH group. So SH means sulfhydryl group. Okay, so നമുക്കറിയാം ഈ SH ഗ്രൂപ്പുള്ള അല്ലെങ്കിൽ സൾഫൈഡ് ഗ്രൂപ്പുള്ള അമിനോ ആസിഡ് ഏതാണ്? സിസ്റ്റീൻ, ബിക്കോസ് സിസ്റ്റീനൈൽ SH ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി ഈ സിസ്റ്റീനൈൽ SH ഗ്രൂപ്പ് രണ്ട് സിസ്റ്റീൻ. ഓക്കെ, രണ്ട് സിസ്റ്റീൻ പറഞ്ഞാൽ ഡൈ സിസ്റ്റീൻ നമ്മൾ വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഈ സിസ്റ്റീൻ എന്ന അമിനോ ആസിഡിന് അനദർ സിസ്റ്റീനുമായിട്ട് ഒരു ഡൈ സൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ബിക്കോസ് രണ്ട് സിസ്റ്റീൻ വരുമ്പോൾ SH കോമ്പിനേഷൻ വരും. സോ ഹൈഡ്രജൻ റിലീസ് ചെയ്യും, ബാക്കി SS ബോണ്ട്. ഓക്കെ, സോ ഡൈ സൾഫൈഡ് ബോണ്ട് ഫോർമേഷൻ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Two cysteine residues, they can connect two polypeptide chains by the formation of interchain disulfide bonds. അതായത് സപ്പോസ് A ചെയിൻ B ചെയിൻ, നിങ്ങൾക്ക് ഇൻസുലിൻ്റെ സ്ട്രക്ചറെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാവും. സോ ഇൻസുലിൻ രണ്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. സോ സപ്പോസ് അതിനെ ഞാൻ A B എന്ന് പറയുന്നു. ഈ രണ്ട് പോളിപെപ്റ്റൈഡ് ചെയിൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഈ ടു സിസ്റ്റീൻ റെസിഡ്യൂസിന് പറ്റും. എങ്ങനെയാണ്? ഇതിൻ്റെ ഡൈസൾഫൈഡ് ബോണ്ട്സ് വഴി. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദ കോമ്പിനേഷൻ ഓഫ് വൺ സിസ്റ്റീൻ SH, കണ്ടോ ഡയഗ്രാം കണ്ടല്ലോ. സോ 2 സിസ്റ്റീൻ ഗ്രൂപ്പ്സ് ആർ കമ്പൈനിങ്. സോ SH ടു ഫോം എന്ത് സംഭവിക്കുന്നു? ഡൈസിസ്റ്റീൻ ഫോം ചെയ്യുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്? SS ലിങ്കേജ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡൈസൾഫൈഡ് ലിങ്കേജ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഇൻസുലിൻ്റെ എല്ലാം ഇൻ്റർചെയിൻ ഡൈസൾഫൈഡ് ബോണ്ട്സിന് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിയാക്ഷൻസ്, ദാറ്റ് ജനറൽ റിയാക്ഷൻസ് ഓഫ് അമിനോ ആസിഡ്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മളൊരു ചെറിയൊരു ടോപ്പിക് ഡിസ്കഷനാണ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, സോ നമ്മൾ ഇത് ഫെമിലിയർ ആണ്. നമ്മൾ പറഞ്ഞു ഗാബ, ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ ഡികാർബോക്സിലേഷൻ വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് ഗാമ അമിനോ ബ്യൂട്ടാരിക് ആസിഡ്. ഓക്കെ, അതുപോലെ ഡോപ്പമീൻ ഫോം ചെയ്യുന്നുണ്ട്. ഡോപ്പമീൻ അനദർ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഈ ഗാബ ആൻഡ് ഡോപ്പമീൻ ബോത്ത് ആക്ടേഴ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓക്കെ, എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഗാബ പെൻറ്റിൻ അതും ഒരു ഗാബേൻ്റെ ഒരു അനലോഗായി ആക്ട് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു ദ ബ്രെയിൻ. ഓക്കെ, ഇനി ഹിസ്റ്റമിൻ നമ്മൾ പറഞ്ഞു ഹിസ്റ്റഡിൻ അണ്ടർഗോ ഡികാർബോക്സിലേഷൻ ടു ഫോം ഹിസ്റ്റമിൻ. ഓക്കെ, ഹിസ്റ്റമിൻ മെയിൻലി അലർജിക് റിയാക്ഷൻസിൻ്റെ മീഡിയേറ്റർ ആണ്. ഓക്കെ, ദെൻ തൈറോക്സിൻ. സോ തൈറോക്സിൻ നമ്മുടെ
തൈറോസിൻ്റെ ഡെറിവേറ്റീവാണ്. ഓക്കെ, തൈറോക്സിൻ പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോണാണ്. ഓക്കെ, അനന്തർ വൺ ഈ സൈക്ലോസെറിൻ. സൈക്ലോസെറിൻ ആ പേര് തന്നെയുണ്ട്, സെറിൻ ഡെറിവേറ്റീവാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആൻറ്റി ട്യൂബർക്കുലസ് ഡ്രഗായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് സൈക്ലോസെറിൻ. ദാറ്റ് ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് സെറിൻ. ആൻഡ് ഓൾസോ അസാസെറിൻ. അസാസെറിൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഡെറിവേറ്റീവ് ഓഫ് സെറിൻ. ഇറ്റ് ആക്ട് ആസ് ആൻറ്റി ക്യാൻസർ ഡ്രഗ്. ഓക്കെ, സോ സൈക്ലോസെറിൻ ആൻറ്റി ട്യൂബർക്കുലസ് ആണ്. അസാസെറിൻ പറഞ്ഞാൽ ഇത് മെയിനായിട്ടും ആൻറ്റി ക്യാൻസർ ആണ്. സെൽ പ്രോളിഫറേഷൻ, സെൽ സൈക്കിളിനെല്ലാം ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് അസാസെറിൻ. ഇനി ഓർണിത്തീൻ ആൻഡ് സിട്രുലിൻ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിറൈവ്ഡ് അമിനോ ആസിഡ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, സോ ഇതെല്ലാം മെയിനായിട്ട് യൂറിയ സൈക്കിളിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ആവുന്ന കോമ്പൗണ്ട്സ് ആണ്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഗാബ, ഡോപ്പമിൻ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതുപോലെ സൈക്ലോസെറിൻ ആൻഡ് അസാസെറിൻ. സൈക്ലോസെറിൻ ആൻറ്റി ട്യൂബർക്കുലസ് ആണ്, അസാസെറിൻ ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്സിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.